ഇന്നലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നുള്ള സിനിമ കണ്ടിരുന്നു. അപ്പോൾ സിനിമയുടെ ആസ്തെറ്റിക്സോ സിനിമയുടെ ബ്രില്യൻസിനെ കുറിച്ചോ സംസാരിക്കാനല്ല, നേരെ മറിച്ച് ഫിലിം സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സിനിമകൾക്ക് പ്രത്യേകിച്ച് പാരൻസ് കുഞ്ഞുകുട്ടികളെ സിനിമയ്ക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സിനിമകൾക്ക് പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫി ആക്ട് 1952 അനുസരിച്ചിട്ട് അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് ആക്സസ് യു കാറ്റഗറി സിനിമയും അഡൾട്ട്സ് ഓൺലി, അതായത് വലിയ ആളുകൾ മാത്രം കാണാവുന്ന സിനിമകളുമാണ്. പക്ഷേ 2024 നവംബറിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇതിനകത്ത് UA 3+, 7+, 16+ എന്നിങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നുള്ള സിനിമ കാണാൻ പോയ സമയത്ത് വലിയൊരു ശതമാനം ഒരു 4 വയസ്സിനും 7-8 വയസ്സിനുള്ള ഇടയിലുള്ള കുഞ്ഞു കുട്ടികളെ പാരൻസ് തിയേറ്ററിനകത്തേക്ക് കൊണ്ടുവന്ന് കാണും. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഈ സിനിമയ്ക്കകത്ത് UA 16+ എന്നുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് സിനിമയ്ക്കുള്ളത്. അതായത് അണ്ടർ പാരൻ്റൽ ഗൈഡൻസ് മാത്രമാണ് ഒരു 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പോലും തിയേറ്ററിനകത്തേക്ക് ഈ സിനിമ കാണാനായിട്ട്. ഇത് പാരൻസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ പാരൻസ് ഇതിനകത്ത് ഒരു ലിറ്ററേറ്റ് ആവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ പല സീനുകളും കാണുമ്പോൾ, വയലൻസും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സീനുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വലിയ ശബ്ദവും ബാക്ക്ഗ്രൗണ്ട് ശബ്ദവും ഈ ഇരുട്ടും കുട്ടികൾക്ക് എത്രമാത്രം ഡിസ്റ്റർബിംഗ് ആയിരിക്കും. അവരൊരു പക്ഷെ അത് കാണിക്കുന്നുണ്ടാവില്ല. പല കുട്ടികളും അച്ഛനമ്മമാരുടെ പുറകിലേക്ക് ചാഞ്ഞ് കിടന്ന് അള്ളി പിടിച്ചിരുന്ന് സിനിമ കാണുന്നതായിട്ട് കണ്ടു. ഒരു പാരൻറ്റ് പോലും കുട്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ സിനിമകൾ കാണാനായിട്ട് പോകുന്ന സമയത്ത് സിനിമ മോശമാണെന്നൊന്നുമല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സർട്ടിഫിക്കേഷനെ കുറിച്ചും ഒന്ന് വായിച്ചിരിക്കേണ്ട ആവശ്യം പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും ചെയ്യണം.